അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശ്വാസികൾക്ക് ആനന്ദങ്ങളുടെ ദിവസമാണ് ഇനി. ലോകഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് മുസ്ലിം ലോകം മുഴുവൻ സന്തോഷത്താൽ മൗലിദുകളും മറ്റു മദ്ഹുകളും പാടിപ്രകീർത്തിക്കുന്ന ദിനരാത്രികൾ. എന്നാൽ ഈ സമയം ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മൗലിദ് അത് ഇസ്ലാമികമാണോ, അത് തൗഹീദിന് വിരുദ്ധമല്ലേ, വ്യക്തി പൂജയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ എന്നും ഭിന്നത രൂപപ്പെടുത്താൻ ചില കക്ഷികൾ നമുക്കിടയിൽ ജീവിച്ചു വരുന്നുണ്ട്. അത് പണ്ട് കാലം മുതൽക്കേ ഉണ്ട്. എന്താണ് മൗലിദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം, സമയം എന്നൊക്കെയാണ് ഭാഷാർത്ഥം. എന്നാൽ സാങ്കേതികാർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക, അവിടുത്തെ മദ്ഹുകൾ പാടിപ്പറയുക, പ്രകീർത്തിക്കുക, ദാനധർമ്മങ്ങൾ നൽകുക എന്നൊക്കെയാണ്. ഈ മൗലിദിന് ഇസ്ലാമികമായിട്ട് പ്രമാണങ്ങളുണ്ടോ? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്? അത് തൗഹീദിന് വിരുദ്ധമാണോ? നമുക്കൊന്ന് പഠിക്കാം. പ്രമാണങ്ങൾ എന്തു പറയുന്നു? നമുക്ക് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആനാണല്ലോ ഇസ്ലാമിൻ്റെ ആദ്യ പ്രമാണം. സൂറത്തുൽ യൂനുസിൻ്റെ 58-ാമത്തെ വചനം നാം ഒന്ന് നോക്കുക. കുൽ ബി ഫദ്ലില്ലാഹി വബി റഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്റഹു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരണമായിട്ട് നിങ്ങൾ സന്തോഷിക്കണം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകളുടെ നേതാവായ റഈസുൽ മുഫസ്സിരീൻ എന്ന അപരനാമമുള്ള ഇബ്നു അബ്ബാസ് തങ്ങൾ വിശദീകരിക്കുന്നത് റഹ്മത്തുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്ത് കൊണ്ടുള്ള വിവക്ഷ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തുടർന്ന് മഹാനവറുകൾ തന്നെ പറയുന്നു, ഖാലല്ലാഹു തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സൂറത്തുൽ അംബിയാഇൻ്റെ 107-ാമത്തെ വചനം അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന ഈ ഉദ്ധരണി ലോകപ്രസിദ്ധനായ ജലാലുദ്ദീൻ സുയൂത്തി അവിടുത്തെ ദുർറുൽ മൻസൂർ എന്ന് പറയുന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഖുർആൻ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ആഘോഷിക്കാൻ, സന്തോഷിക്കാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഇനി ഹദീസുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുഇല അൻ യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ദാക യൗമുൻ ഉലിതു ഫീഹി. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. കാരണം ആ ദിവസത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജനിച്ചതെന്ന് നബി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു വർഷത്തിൽ 52 തിങ്കളാഴ്ചകളിലും നോമ്പ് നോൽക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നുണ്ട്. എന്നാൽ ഈ ഹദീസുകളെയും ഖുർആനിൻ്റെ ആശയങ്ങളെയും തഫ്സീറുകളെയും തള്ളിക്കൊണ്ട് പുത്തനാശയക്കാർ നമുക്കിടയിൽ ഇന്ന് പ്രചാരണം നടത്തുന്നത് ഇതെല്ലാം ദീനീ വിരുദ്ധമാണെന്നാണ്. അതിനെതിരെ നാം കൃത്യമായിട്ട് ബോധ്യമുള്ള ആളുകളായി തീരേണ്ടതുണ്ട്. കാരണം ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരി ഇമാമിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ തന്നെ ഒരു അസർ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് കാണാം. ഇബ്നു അബ്ബാസ് തങ്ങൾ അബൂലഹബിൻ്റെ വഫാത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അബൂലഹബിനോട് അവിടുത്തെ അവസ്ഥകളെക്കുറിച്ച് ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബൂലഹബ് പറയുന്നത് ഇവിടുത്തെ കാര്യം വളരെ കഷ്ടമാണ്, എന്നാൽ തിങ്കളാഴ്ച ദിവസം എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. എന്താ അതിന് കാരണം? അതിനു കാരണം മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചുവെന്ന് വിശേഷ വാർത്ത അറിയിച്ച തൻ്റെ അടിമയാകുന്ന സുവൈബ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ ആ സന്തോഷത്താൽ മോചനം നൽകി. ഇങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷം, ഈ ജന്മദിനം, അത് ആഹ്ലാദിക്കണമെന്ന് പറയുന്ന വിശ്വാസി സമൂഹത്തെ, പൂർവിക പണ്ഡിതന്മാരെ, അവരുടെ കിതാബുകളെ നമുക്ക് ഒരുപാട് ഇങ്ങനെ എണ്ണിപ്പറയാൻ കഴിയും. നമുക്ക് അയിമ്മത്തിൻ്റെ നിലപാടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞതായി കാണാം. ഇമാമിങ്ങൾ പറയുന്നത് നമുക്ക് കാണാം. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഖുർആനിലും ഹദീസിലും വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി മഹാന്മാരായ ഇമാമിയങ്ങൾ, അയിമ്മത്ത്, ആ ഇമാമിയങ്ങളുടെ കിതാബിൽ വ്യക്തമായി നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഇമാമുന സുയൂത്തി റഹിമഹുല്ല, ആ സുയൂത്തി ഇമാമ് അവിടുത്തെ അൽ ഹാവീലിൽ ഫത്താവയിൽ ഇമാം ബൈഹഖി റഹിമഹുല്ല കൊണ്ടുവന്ന ഒരു ഹദീസ്, അക്ക അൻ നഫ്സിഹി ബഅദൻ നുബുവ, നുബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിവ് നടത്തി. ആ ഹദീസ് വിശദീകരിച്ച് എന്തിനു വേണ്ടിയായിരുന്നു നബി തങ്ങൾ ആ അറിവ് നടത്തിയത്? നമുക്കറിയാം, 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് അവിടുന്ന് അഖീഖ എന്നുള്ള കർമ്മം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൽ അഖീഖത്തു ലാ തുആദു മറത്തൻ സാനിയ,
അക്കീക്ക എന്നുള്ള കർമ്മം രണ്ടാമതൊരാൾ ചെയ്യുന്നതല്ല. അത് അബ്ദുൽ മുത്തലിബ്, വലിയുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് അവിടുന്ന് നടത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നബി തങ്ങൾ ആ അറിവ് നടത്തിയത് എന്ന് സുയൂത്തി ഇമാമ് വിശദീകരിക്കേണ്ട പണ്ഡിതനാണ്. എത്രയോ ഹദീസുകൾ മനപ്പാടുള്ള പണ്ഡിതനാണ്. ആ സുയൂത്തി ഇമാമ് അവിടുന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിവ് നടത്തിയത് അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ടാണ് ആ അറിവ് നടത്തിയത് എന്ന് വ്യക്തമായിട്ട് ലക്ഷക്കണക്കിന് ഹദീസ് അൽ ഹാഫിള് എന്ന ഖ്യാതി നേടിയ പണ്ഡിതനാണ് ഇമാമുന സുയൂത്തി റഹിമഹുല്ല. അതുകൊണ്ട് തന്നെ ആ അത്രയും ഹദീസുകൾ പഠിച്ച സുയൂത്തി ഇമാമാണ് പറയുന്നത് നബി തങ്ങൾ ആ അറിവ് നടത്തിയത് അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചത് കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് അൽ ഹാവിലിൽ ഫത്താവയിൽ രേഖപ്പെടുത്താണ്. എന്നിട്ട് സുയൂത്തി ഇമാം അതിൻ്റെ ശേഷം പറയുന്നുണ്ട് ഫയുസ്തഹബ്ബുലൻ, അതുകൊണ്ട് തന്നെ ജന്മദിനാഘോഷം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാടുകൾ സുയൂത്തി ഇമാം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇമാമിയങ്ങൾ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശരിയാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളായിരുന്ന ഈക്ക മൗലവി, അതേപോലെ തന്നെ അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയവരൊക്കെ ഈ വിഷയത്തിൽ ആദ്യം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ നബിദിനം ആഘോഷിക്കണമെന്ന് പറയുകയും അങ്ങനെ ആഘോഷിച്ച ആളുകളുമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ചില ആളുകൾ പരസ്യമായിട്ട് നബിദിന പ്രഭാഷണ സദസ്സുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആശയങ്ങൾക്ക് ചാഞ്ചാട്ടം നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ബിദഅത്താണോ എന്നുള്ളൊരു ചോദ്യമാണ് അവരെപ്പോഴും ചോദിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ചെയ്തിട്ടുണ്ടോ? ഫത്ഹുൽ ബാരിയൊക്കെ പറയുന്നത് കാണാം, ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഈ നാല് ചതുർപ്രമാണങ്ങളാണ് ദീനിൻ്റെ അടിസ്ഥാനം. ഈ പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത എന്തും ചെയ്യാൻ പറ്റും. കാരണം അതൊന്നും ബിദഅത്തല്ല. ഈ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് ബിദഅത്ത്. അപ്പം കുല്ലു ബിദഅത്തിൻ ളലാല എന്ന് പറയുന്ന ഹദീസിനെ ഇവരെപ്പോഴും എന്താകും? ചോദ്യം ചെയ്യും. അതുകൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ് ബുഖാരി ഇമാം പറയുന്നുണ്ട്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു. അതായത് ദീനിൽ പെടാത്ത കാര്യങ്ങൾ ബിദഅത്തായി കൊണ്ടുവരുമ്പോഴാണ് അത് തള്ളേണ്ടത്. അല്ലാതെ എല്ലാം തള്ളുകയാണെങ്കിൽ ഇന്ന് കാണുന്ന എന്തെല്ലാം നമ്മൾ തള്ളേണ്ടി വരും? സംഘടനാ സംവിധാനങ്ങൾ, സമ്മേളനങ്ങൾ, ഈ മദ്രസ സംവിധാനം, യതീംഖാന, ഇതൊക്കെ ബിദഅത്തന്നല്ലേ? അപ്പോൾ ബിദഅത്ത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് വഹാബികൾക്ക്, മുജാഹിദുകൾക്ക്, ബിദഅത്തുകാർക്ക് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, അവരുടെ പഴയകാല നേതാക്കൾ, മുജാഹിദിൻ്റെ സ്ഥാപക നേതാവായിട്ട് സലഫികളുടെ അങ്ങേ തലക്കുള്ള നേതാവാണെന്ന് സക്കരിയ സ്വലാഹി പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ, അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ഇബ്നു തൈമിയ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഇബ്നു തൈമിയയുടെ കിതാബിൽ ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദുന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ബഹുമാനിച്ച് അതൊരു ആഘോഷമാക്കി കൊണ്ടാടുക. അത് യഫ്അലുഹു ബഅദുന്നാസ്, ഇബ്നു തൈമിയ പറയുന്നുണ്ട് ചില ആളുകൾ അത് ചെയ്യുന്നുണ്ട്, സുന്നികളായ ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന് ഇബ്നു തൈമിയക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ അതിൻ്റെ നിലപാട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് അതെന്താണ്? തെറ്റാണോ അല്ല ബിദ്അത്താണോ ശിർക്കാണോ? ആ വിഷയത്തിൽ ഇബ്നു തൈമിയ വ്യക്തമായിട്ട് നിലപാട് പറയുന്നുണ്ട്. വഫീഹി അജ്റുൻ അലീം, അതിലേക്ക് വലിയതായ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് ഇബ്നു തൈമിയ തൻ്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ മൗലിദ് ആഘോഷത്തിന് വലിയ പ്രതിഫലമുണ്ട്. ലി ഹുസ്നി ഖസ്തിഹി വ തഅലീമിഹി ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ആ നബിതങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് നബിതങ്ങളെ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് ഇബ്നു തൈമിയ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നബിദിനാഘോഷം നടത്തുന്ന ആളുകൾ ഖദ് യഫ്അലുഹു ബഅദുന്നാസ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇബ്നു തൈമിയ പറയുന്നത്. പൂർവികരായ അവരുടെ എല്ലാവരും ജന്മദിനാഘോഷം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ അൽ ഇർഷാദും അൽ മുർഷിദിലൊക്കെ കേരളത്തിലുള്ള എല്ലാ ആളുകളും ലോക മുസ്ലിമീങ്ങൾ അത് കൊണ്ടാടേണ്ടതുമാകുന്നു എന്ന് വ്യക്തമായിട്ട് അവരുടെ ആ മലയാള പുസ്തകത്തിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് സംഗതികൾ അവർ തന്നെ രേഖപ്പെടുത്തിയതുണ്ട്. 2000 ആണ്ടിന് ശേഷമാണെന്ന് തോന്നുന്നു ഇവർക്ക് ആ വിഷയത്തിൽ ഒന്നുകൂടി ഇതിന്റെ വിധിയിൽ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നതായിരിക്കും. പ്രധാനമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞത് അതിലൊരുപാട് അനാചാരങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് ഇസ്ലാമിൻ്റെ ശരീഅത്ത് അനുവദിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നബിദിനത്തിലൊക്കെ ഇപ്പോൾ ചിലങ്കയുള്ള ദഫ് ഉപയോഗിക്കുന്നു. അത് പറ്റുമെന്ന് മിൻഹാജിൽ നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ദീനി ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇല്ല. നമ്മൾ ഹാവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സുയൂത്തി ഇമാം നേരത്തെ പറഞ്ഞല്ലോ, ആ ഗ്രന്ഥത്തിൽ സുയൂത്തി ഇമാം ഖുർആൻ പാരായണം, അന്നദാനം, ദാനധർമ്മം നൽകൽ തുടങ്ങി ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് ആണ് നമ്മൾ നബിദിനത്തെ ആ നന്ദിക്ക് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് എന്ന് സുയൂത്തി ഇമാം പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹറാമ്,
കറാഹത്ത്, ഖിലാഫുൽ ഔല, ഇത് മൂന്നും നബിദിനത്തിൽ പാടില്ല എന്നാണ് ദീനിൻ്റെ വിശ്വാസം. നമ്മുടെ പ്രമാണം, നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ ആര് ചെയ്താലും, അത് സുന്നികളാണെങ്കിലും അത് തള്ള തന്നെ വേണം. അപ്പോൾ ഈ പേരിൽ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. പിന്നെ മറ്റൊരു ആരോപണമാണ് ഇത് ഹിജറ 300-ന് ശേഷം വന്നതല്ലേ. അത് താഴെ ഉസ്താദിൻ്റെ കിതാബ് എടുത്ത് അവർ പറയും, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന്റെ ശേഷം വന്നതാ. അതെന്താണെന്ന് വ്യക്തമായിട്ട് താഴെ ഉസ്താദിന് അതിൽ പറയുന്നുണ്ട്. താഴെ ഉസ്താദിൻ്റെ ആ ഒറ്റ 2 വരി മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. എന്താണ് അതിൻ്റെ ശേഷം പറയുന്നത്, അതിന് മുമ്പ് എന്താണ്. താഴെ ഉസ്താദ് ഒരിക്കലും മൗലിദ് ആഘോഷത്തെ എതിർത്തിട്ടില്ല. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. അങ്ങനെ മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ വ്യക്തമായിട്ട് ഇവർ പറയുന്ന ആ വരിൻ്റെ അപ്പുറം നോക്കിയാൽ വ്യക്തമായിട്ട് കായ് ഉസ്താദ് അതിനെ അംഗീകരിച്ച് പറയുകയാണ്. പിന്നെ ഈ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന്റെ ശേഷം വന്നതാ എന്ന് പറഞ്ഞത്, അത് മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന രാജാവ് രാജകീയ പ്രൗഢിയോടുകൂടെ നടത്തുന്ന മൗലിദാഘോഷം, അത് ഹിജറ 300-ന്റെ ശേഷം അതിൻ്റെ ശേഷം പറയുന്നുണ്ട്, മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഹിർബൽ ഭരിച്ചവരാണ് വന്ദർ മിഷ്ടന. എന്നിട്ട് അദ്ദേഹം ആ രാജകീയ പ്രൗഢിയോടുകൂടെ നടത്തുന്ന മൗലിദാഘോഷം, മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണേ കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഇങ്ങനെ ഈ രാജകീയ പ്രൗഢിയോടുകൂടെയുള്ള ഈ മൗലിദാഘോഷം, അത് ഹിജറ 300-ന്റെ ശേഷം വന്നതാണ്. ആർക്കാ സംശയം? നിങ്ങളായ നമുക്കൊന്നും സംശയമില്ലല്ലോ. അതിനെക്കുറിച്ചാണ്, അല്ലാതെ കേവലമായി മൗലിദാഘോഷമൊക്കെ പറ്റെതിർത്തുകയാണ്, അത് ഇന്ന് കാണുന്ന ആളുകൾ കൊണ്ടുവന്നതാണ്, ആ നിലക്കല്ല താഴെ ഉസ്താദ് പറയുന്നത്. പൊതുവെ ഈ വഹാബിസം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കോണ്ടെക്സ്റ്റിൽ നിന്നൊരു സാധനം അടർത്തിയെടുത്തിട്ട് അതിൻ്റെ തലയും വാലും കട്ട് ചെയ്തുകൊണ്ട് അല്പം മാത്രം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റെന്തോ ഒന്നായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ട് കാണുമ്പോഴും ആ മുഴുവൻ പുസ്തകം അല്ലെങ്കിൽ ആ ഭാഗം മുഴുവൻ നോക്കുമ്പോഴും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മളെ അയിമത്തിൻ്റെ തന്നെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് അവരങ്ങനെ, ഇതെല്ലാ വിഷയത്തിലും മൗലൂദ് എന്നല്ല, ഈ വഹാബികളുടെ ഒരു രീതിയാണിത്. ഇത് സുന്നികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഈ അൽമനാറിലൊക്കെ, ഈ 2010 ഇറങ്ങിയ അൽമനാറിൽ, 2011 ഫെബ്രുവരിയിലെ അൽമനാറിലും അതിലൊക്കെ പറയുന്നത് ഇത് തള്ളപ്പെടേണ്ടതാണ് എന്ന, ഇത് അനാചാരമാണ്. കാരണം എന്താ ഇവർ പറയുന്നത്, അതായത് ഈ സെൽസബിയിലൊക്കെ അവർ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ടത് എല്ലാ വിഷയത്തിലും ഒരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയാണെന്ന്. അപ്പോൾ റസൂലുള്ള ചെയ്യാത്തത് ചെയ്ത് അത് ബിദഅത്താണത് പാടില്ല എന്നാണെങ്കിൽ സ്വഹാബത്ത് ഖുർആൻ ക്രോഡീകരിച്ചത് തള്ളേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, എന്നാൽ ഈ വഹാബികൾ തന്നെ അവരുടെ മദ്രസയിലും മറ്റും പഠിപ്പിക്കുന്നുണ്ട് ഖുതുബയിൽ സ്വലാത്ത് ഓതുക എന്നുള്ള നിർബന്ധ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ആശയങ്ങളുടെ ഒരു വൈരുദ്ധ്യം മൊത്തത്തിൽ ഈ വിഷയം, അതായത് ചില വിഷയങ്ങൾക്ക് ചിലതൊക്കെ പറ്റും, ചില വിഷയങ്ങൾക്ക് ചിലതൊക്കെ തള്ളും. അതായത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മതത്തെ അവരുടെ മൂശയിലിട്ടിട്ട് അവരെന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി, ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം അത് ഖുർആനും ഹദീസും അതുപോലെ തന്നെ ഇമാമിയങ്ങൾ മുഴുവനും എല്ലാവരും അംഗീകരിച്ചതാണ്. എല്ലാവരും അതിന് തെളിവ് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതുമാണ്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതിയാണ് ഇന്നുള്ള സുന്നികളെന്ന് പറയുന്ന നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ ഇവർ പറയുന്ന രീതിയിൽ ബിദഅത്തോ അത് ശിർക്കോ അങ്ങനെ ഒരു സംഗതിയും പൂർവികരായ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആളുകൾ തന്നെ ഇത് ആഘോഷിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതാണ്. ആയതുകൊണ്ട് ഞങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇത് ഒരു ഇമാമികളും വിശുദ്ധ ഖുർആനും ആരും തന്നെ എതിർക്കാത്തൊരു സംഗതിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.